നമസ്കാരം, സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. എയർലൈനുകളിലെയും എയർപോർട്ടുകളിലെയും ചില റിക്രൂട്ട്മെന്റുകളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. എയർലൈൻ എന്ന് പറയുമ്പോൾ ഒരു റിക്രൂട്ട്മെന്റ് ഇൻഡിഗോ എയർലൈൻസിലേക്കാണ്. നാം അറിയുന്ന പോലെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ എയർലൈൻ കമ്പനിയാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ള എയർലൈൻ കമ്പനിയാണ് ഇൻഡിഗോ എന്നുള്ളത്. അപ്പോൾ ഇൻഡിഗോയിൽ നമ്മുടെ കേരളത്തിലെ 4 എയർപോർട്ടുകളിലും, കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം, കണ്ണൂർ, 4 എയർപോർട്ടുകളിലുമൊക്കെ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ എയർപോർട്ടുകളിലേക്കുള്ള ചില റിക്രൂട്ട്മെന്റുകൾ, അത് അപേക്ഷ കാത്തിരിക്കൊന്നും വേണ്ട, ഡയറക്റ്റ് വോക്ക് ഇൻ ചെയ്ത് എത്താവുന്ന ചില അവസരങ്ങൾ, ഏതാണ്ട് 200ഓളം അവസരങ്ങളും ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയോ ഒക്കെ ജോലി തേടാവുന്നതാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പോൾ ആ ഇൻഡിഗോയുടെ ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്ന് കരിയർ പേജിൽ വന്നിട്ട് നമ്മൾ ലൊക്കേഷൻ കൊടുക്കുകയാണ്. കൊച്ചി എന്ന് പറഞ്ഞ ലൊക്കേഷൻ വെച്ചിട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഏതാണ്ട് 7 വിവിധ തസ്തികകളിലേക്ക് ഹയറിങ് കൊച്ചിയിലേക്ക് തന്നെ നടക്കുന്നുണ്ട്. അതിൽ ഈ 3ാമത്തെ വേക്കൻസി നോക്കുവാണെങ്കിൽ അത് കൊച്ചി +3 മോർ എന്ന് കാണുന്നുണ്ട്. ഈ വേക്കൻസിയൊക്കെ കേരളത്തിലെ മറ്റ് എയർപോർട്ടുകൾ, അതായത് കോഴിക്കോട്, തിരുവനന്തപുരം, കണ്ണൂർ എയർപോർട്ടുകളിലും ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അവസരങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. കൂടുതൽ ഒന്ന് ഓഫീസർ സെക്യൂരിറ്റി എന്നുള്ളതാണ്, മറ്റൊന്ന് ഓഫീസർ AO ആൻഡ് CS എന്നുള്ളതാണ്. AO ആൻഡ് CS എന്ന് പറഞ്ഞാൽ എയർപോർട്ട് ഓപ്പറേഷൻസ് ആൻഡ് കസ്റ്റമർ സർവീസ് എന്നുള്ളതാണ്. ഈ AO ആൻഡ് CS തന്നെ 2 ഉണ്ട്. ഒന്ന് ടെർമിനൽ സർവീസ് ഉണ്ട്. ടെർമിനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എയർപോർട്ടിൻ്റെ ബിൽഡിങ്, അവിടെയാണ് നമ്മൾ ചെക്ക് ഇൻ നടത്തുന്നത്, അല്ലെങ്കിൽ ടിക്കറ്റിങ്, കസ്റ്റമറിനെ ഗ്രീറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെയുള്ള AO ആൻഡ് CS ഉണ്ട്. അതേപോലെ തന്നെ ഓഫീസർ AO ആൻഡ് CS റാമ്പ് ഉണ്ട്. റാമ്പ് എന്ന് പറഞ്ഞാൽ ഏപ്രൺ എന്ന് വിളിക്കുക, അതായത് പ്ലെയിൻ വന്ന് നിൽക്കുന്ന അവിടുത്തെ ഈ ലോഡിങ്, അൺലോഡിങ്, ഫ്ലൈറ്റിനകത്തെ കാര്യങ്ങൾ, അതൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പം അങ്ങനെയുള്ള മേഖലയിലെ ഓഫീസർ തസ്തികകളിലേക്ക് ഹയറിങ് നടക്കുന്നുണ്ട്. പിന്നെ ക്യാബിൻ അറ്റൻഡൻ്റ് ആയിട്ട് ഹയറിങ് നടക്കുന്നുണ്ട്. ക്യാബിൻ അറ്റൻഡൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ക്യാബിൻ ക്രൂ എന്നോ അല്ലെ എയർ ഹോസ്റ്റസോ എന്നൊക്കെ വിളിക്കും. അങ്ങനെയൊക്കെയുള്ള ജോലികൾ. അപ്പം അങ്ങനെ പിന്നെ സീനിയർ ക്യാബിൻ അറ്റൻഡൻ്റ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള വിവിധ തസ്തികകളിലേക്കാണ് ഈ ഹയറിങ് നടക്കുന്നത്. എല്ലാം ഡിസംബർ അവസാനം അനൗൺസ് ചെയ്ത വേക്കൻസികളാണ്. 1-2 വേക്കൻസികളുടെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ ഇവിടേക്ക് വന്നാൽ ഓഫീസർ AO ആൻഡ് CS, ഇത് നമ്മുടെ കേരളത്തിലെ എല്ലാ എയർപോർട്ടുകളിലേക്കും റിക്വയർമെൻ്റ് ഉള്ള ഒരു അവസരമാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡിസംബർ 21-ന് അനൗൺസ് ചെയ്തിട്ടിരിക്കുന്ന വേക്കൻസിയാണ്. കണ്ണൂർ, കോഴിക്കോട്, തിരുവനന്തപുരം, കൊച്ചി എല്ലാ എയർപോർട്ടുകളിലും ആണ് ഹയറിങ് നടക്കുന്നത്. ഇൻഡിഗോയിലേക്കാണ്. ഇൻഡിഗോയുടെ ഇന്റർഗ്ലോബ് ഏവിയേഷൻ എന്നുള്ളതാണ് അവരുടെ കമ്പനിയുടെ നെയിം. അപ്പോൾ അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫ്രഷേഴ്സ് ആണെങ്കിൽ ഡിഗ്രി ആവശ്യമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. ഗ്രാജുവേഷൻ ഇസ് മാൻഡേറ്ററി ഫോർ ഫ്രഷേഴ്സ് ആൻഡ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇസ് എസെൻഷ്യൽ. ഡിഗ്രി നേടി ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉള്ള ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം. ഇനി 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ +2കാർക്കും ഡിപ്ലോമക്കാർക്കും അപേക്ഷിക്കാമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇനി വിസിബിൾ ടാറ്റൂസ് ഒന്നും കാണില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മിക്കവാറും എല്ലാ എയർപോർട്ട് അവസരങ്ങളിലേക്കും പറയാറുണ്ട് നിങ്ങളുടെ ടാറ്റു ഒന്നും വിസിബിളായിട്ട് കാണില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്ലെക്സിബിൾ ഇൻ വർക്കിംഗ്, റൊട്ടേഷണൽ ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ് ഉൾപ്പെടെ വർക്ക് ചെയ്യാൻ തയ്യാറാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ എയർപോർട്ടുകളിൽ കൂടുതൽ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകളൊക്കെ രാത്രിയിലൊക്കെ ആയിരിക്കും വരും. അതുകൊണ്ട് തന്നെ നൈറ്റ് ഷിഫ്റ്റിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് റെഡി ആകണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. റൈറ്റ് ഗ്രൂമിങ് ഇസ് മാൻഡേറ്ററി. വൃത്തിയായിട്ട് ഡ്രസ്സ് ചെയ്ത് ഗ്രൂം ചെയ്തവരായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബിസിനസ് ഫോർമൽ വെയർ ഫോർ മെയിൽ ആൻഡ് ഫീമെയിൽ ആപ്ലിക്കൻസ്, ബിസിനസ് ഫോർമലൊക്കെ വെയർ ചെയ്യണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അവർക്ക് ഈ ക്യാബിൻ അറ്റൻഡൻറ്റിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനായിരിക്കും കൂടുതൽ പ്രിഫറൻസ് കിട്ടുക. ഇവിടെ ബാക്കിയുള്ളവർക്കൊക്കെ മെയിൽ ആൻഡ് ഫീമെയിൽ ആപ്ലിക്കൻസിനും അപ്ലൈ ചെയ്യാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഒക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മുമ്പ് എക്സ്പീരിയൻസ് ഉണ്ട്, അതൊക്കെ മെൻഷൻ ചെയ്യണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഈ AO ആൻഡ് CS ആ ഒരു ജോലിയുടെ ഒരു സ്വഭാവമൊക്കെ വളരെ വിശദമായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത് റാമ്പിലേക്കുള്ളതാണ്. ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു, റാമ്പുണ്ട്, ടെർമിനലുണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെയായിരിക്കും ജോലിയുടെ ഒരു സ്വഭാവം, ആ കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊക്കെ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു. നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെയുള്ള പല പോസ്റ്റുകളിലെ ഡീറ്റെയിൽസ് ഇവരുടെ സൈറ്റിൽ തന്നെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള പോസ്റ്റുകൾ
എൻ്റെ ഡീറ്റെയിൽസ് വായിക്കുക. വായിച്ചിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ നൗ എന്നുള്ളൊരു ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യുക. അപ്പോൾ അങ്ങനെയായിരിക്കും ഈ ഒരു ഇൻഡിഗോയുടെ ഈ 7ഓളം അവസരങ്ങളിലേക്ക്, അതിൽ ചിലത് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കുള്ളതാണ്, ചിലത് ഫ്രഷേഴ്സിനും അപേക്ഷിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ സൈറ്റിൽ വന്നിട്ട് അപ്ലൈ നൗവെ ക്ലിക്ക് ചെയ്ത് അപേക്ഷിക്കുക. കൂടുതൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ വൈസ് സെർച്ച് ചെയ്ത് അവസരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്, താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. ഇനി നമുക്ക് AI എയർപോർട്ട് സർവീസസ് അവർ ലഭ്യമാക്കിയിരിക്കുന്ന 2 എയർപോർട്ടുകളിലെ അവസരങ്ങൾ, അത് വോക്ക് ഇൻ ചെയ്ത് ലഭ്യമാകുന്ന ഏതാണ്ട് 170ലധികം ഒഴിവുകളിലേക്കുള്ള അവസരങ്ങളുടെ ആ 2 റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ വോക്ക് ഇൻ ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് മനസ്സിലാക്കാം. ഈ 2 റിക്രൂട്ട്മെന്റുകൾ നടത്തുന്നത് AI എയർപോർട്ട് സർവീസസ് ആണ്. AI എയർപോർട്ട് സർവീസസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏതാണ്ട് 82 എയർപോർട്ടുകളിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സർവീസ് നടത്തുന്ന കമ്പനിയാണ്. 2 റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓഫീസർ സെക്യൂരിറ്റി, ജൂനിയർ ഓഫീസർ സെക്യൂരിറ്റി എന്നുള്ളതാണ്. വോക്ക് ഇൻ ചെയ്ത് എത്താവുന്ന അവസരങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ ആദ്യത്തെ അവസരം AI എയർപോർട്ട് സർവീസസിൽ ഉള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. മുംബൈ എയർപോർട്ടിലേക്കാണ്. ഓഫീസർ സെക്യൂരിറ്റി ആയിട്ട് 65 പേരെയും ജൂനിയർ ഓഫീസർ സെക്യൂരിറ്റി ആയിട്ട് 80 പേരെയും ഹയർ ചെയ്യുന്നുണ്ട്. മുംബൈ ഇന്റർനാഷണൽ കാർഗോ വെയർഹൗസിലേക്കായിരിക്കും ഈ ഒരു ഹയറിങ് നടക്കുക. ഇത് നിങ്ങൾക്ക് അപേക്ഷ കാത്തിരിക്കൊന്നും വേണ്ട, ഡയറക്റ്റ് വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത് 6 ജനുവരി, 7 അതേപോലെ 8 ജനുവരി 9 മണിക്കും 12 മണിക്കും ഇടയ്ക്കായിട്ട് ഇവിടെ നൽകിയിരിക്കുന്ന അഡ്രസ്സിൽ വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. അപ്പോൾ ഇന്ത്യൻ നാഷണൽസ്, മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാവുന്ന അവസരങ്ങളായിരിക്കും. മുംബൈ എയർപോർട്ട് ഇന്റർനാഷണൽ കാർഗോ വെയർഹൗസിലേക്കായിരിക്കും ഈ ഹയറിങ്. ഇതൊരു 3 ഇയർ കോൺട്രാക്ട് ഹയറിംഗ് ആയിരിക്കും എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവരുടെ ഈ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓഫീസർ സെക്യൂരിറ്റി അതേപോലെ ജൂനിയർ ഓഫീസർ സെക്യൂരിറ്റി. ഇപ്പോൾ ജൂനിയർ ഓഫീസർ സെക്യൂരിറ്റി എന്ന് എടുത്താൽ അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് ഫുൾ ടൈം ഗ്രാജുവേഷൻ, അതായത് ഡിഗ്രി കഴിഞ്ഞവരായിരിക്കണം. 10+2+3 10+2 അത് കഴിഞ്ഞ് ഡിഗ്രിയും കഴിഞ്ഞവരായിരിക്കണം. അതുമാത്രമല്ല ഷുഡ് പ്രോസസ് എ വാലിഡ് ബേസിക് AVSEC സർട്ടിഫിക്കറ്റ്. ഇത് ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ ഒരു 13 ഡേയ്സിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണ്, അതും കൂടി കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കായിരിക്കും ഈ ഒരു അവസരം. മാക്സിമം 45 വയസ്സാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ OBC കാറ്റഗറി അല്ലെ SC STക്കൊക്കെ 5 വർഷം വരെ റിലാക്സേഷൻ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ ശമ്പളം 29,760 രൂപയായിരിക്കും പ്രതിമാസം എന്നാണ് സൂചിപ്പിക്കുന്നത്. ജോലിയുടെ ഒരു സ്വഭാവമൊക്കെ വളരെ വിശദമായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി സീനിയർ ഓഫീസർ സെക്യൂരിറ്റി, ഇപ്പം സൂചിപ്പിച്ച ജൂനിയർ ഓഫീസർ സെക്യൂരിറ്റിയാണ്. ഓഫീസർ സെക്യൂരിറ്റി എടുത്താൽ 45,000 രൂപയുണ്ട് പ്രതിമാസ ശമ്പളം. 50 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഇവിടെയും ക്വാളിഫിക്കേഷനൊക്കെ സിമിലർ ആണ്. +2 കഴിഞ്ഞ് ഡിഗ്രിയും കൂടി കഴിഞ്ഞ് 13 ഡേയ്സിൻ്റെ ഏവിയേഷൻ സെക്യൂരിറ്റി സർട്ടിഫിക്കേഷനൊക്കെ ഉള്ളവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. എന്നാൽ ഇവരൊരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്, AVSEC സൂപ്പർവൈസർ കോഴ്സ് അല്ലെ കാർഗോ സൂപ്പർവൈസർ കോഴ്സ് അല്ലെങ്കിൽ ഏവിയേഷൻ കാർഗോ സെക്യൂരിറ്റി സർട്ടിഫിക്കേഷൻ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് പ്രിഫറൻസ് നൽകും. നിർബന്ധമില്ല, എന്നാൽ അങ്ങനെയുള്ളവർക്ക് പ്രിഫറൻസ് നൽകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ 145 ഒഴിവുകളിലേക്ക് ജനുവരി 6, 7, 8 തീയതികളിൽ വോക്ക് ഇൻ ചെയ്ത് എത്തുവാനായിട്ട് കഴിയും. നമുക്ക് ഈ AI എയർപോർട്ട് സർവീസസിലെ 2ാമത്തെ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് കൂടി ഒന്ന് മനസ്സിലാക്കാം. ഡിസംബർ 24-ാം തീയതി വന്ന ഒരു അനൗൺസ്മെന്റ് ആണ്. ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെയും ഓഫീസർ സെക്യൂരിറ്റി, ജൂനിയർ ഓഫീസർ സെക്യൂരിറ്റി. ഇത് ന്യൂഡൽഹിയിലേക്കാണ് ഹയറിംഗ് നടക്കുന്നത്. 27 ഒഴിവുകളാണ്. ഇതിൻ്റെയും വോക്ക് ഇൻ ഇൻ്റർവ്യൂ 6, 7, 8 തീയതികൾ ജനുവരി 9 മണിക്കും 12 മണിക്കും ഇടയ്ക്കായിട്ട് ന്യൂഡൽഹിയിൽ വെച്ച് നടക്കുന്നുണ്ട്. ഇതും 3 ഇയർ കോൺട്രാക്ട് ഹയറിംഗ് ആണ്. മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. പിന്നെ അതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ശമ്പളവും സിമിലർ ആണ്, 45,000 രൂപ അങ്ങനെയൊക്കെയാണ്. ഇവിടെ വരുമ്പോൾ 29,760. അപ്പം ഇതിൻ്റെ 2ൻ്റെയും നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. എങ്ങനെയായിരിക്കും സെലക്ഷന് ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ ഒക്കെ ആയിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷന്, ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റും ഒക്കെ കണ്ടക്ട് ചെയ്യും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ താമസിക്കാനൊക്കെ റെഡി ആയിട്ട് വേണം പോവാൻ, അതായത് ഇൻ്റർവ്യൂ നടക്കുന്ന ദിവസങ്ങളിലേക്ക് താമസിക്കാനൊക്കെ റെഡി ആയിട്ട് വേണം പോവാൻ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഡയറക്റ്റ് വോക്ക് ഇൻ ചെയ്യാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എലിജിബിലിറ്റി കൺസിഡർ ചെയ്യുന്നത് 1 ജനുവരി 2025 പ്രകാരമായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഓർക്കുക, ഈ വോക്ക് ഇൻ ഇൻ്റർവ്യൂവിൽ പോകുമ്പോൾ ഒരു 500 രൂപയുടെ ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഇവർ സൂചിപ്പിക്കുന്നുണ്ട്.
അപ്പോൾ അതിൻ്റെ DD ഒക്കെ ആയിട്ട് വേണം പോകാനായിട്ട്. ഈ ഇൻ്റർവ്യൂവിൻ്റെ ഒക്കെ പേരിൽ, പ്രത്യേകിച്ച് എയർപോർട്ട് ജോലികളൊക്കെ പേരിൽ ഒത്തിരി കാശൊക്കെ പലരും ആവശ്യപ്പെടാറുണ്ട്. എന്നാൽ ഇവിടെ 500 രൂപ അത് DD ആയിട്ട്, അത് എയർപോർട്ട് സർവീസസ് ലിമിറ്റഡിൻ്റെ പേരിലെടുത്ത DD ആയിട്ട് വേണം വോക്ക് ഇൻ ഇൻ്റർവ്യൂ പങ്കെടുക്കുവാനെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. വലിയ എമൗണ്ട് ഒക്കെ ഇതിൻ്റെ പേരിൽ ആരെങ്കിലും ഒക്കെ ചോദിച്ചാൽ ശ്രദ്ധാപൂർവം വേണം അതിനെ സമീപിക്കുവാനായിട്ട്. അപ്പോൾ ചില എയർലൈൻ എയർപോർട്ട് ജോലികൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതായത് കമ്പനികളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ ചോദിച്ച് വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ വോക്ക് ഇൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ തൊഴിലവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ജോബ് സൈറ്റിലൂടെയോ ഒക്കെ തേടാവുന്നതാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ സേവനങ്ങളൊക്കെ സൗജന്യമാണ്. ഏതായാലും ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുണ്ട്. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.